ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യമാണ്. വോളിയം 1 രാധനാസ്വാമി പറയുന്ന ഒരു പോയിന്റാണ്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ വന്നതും ശ്രീല പ്രഭുപാദിനെ തന്റെ ഗുരുവായിട്ട് എങ്ങനെ സ്വീകരിച്ചു എന്നുള്ള കാര്യവും അതിനകത്ത് പറയുന്നുണ്ട്. അത് 2-3 പാരഗ്രാഫായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യം ഇന്ത്യയിൽ വന്നപ്പം പല പല ഹിമാലയത്തിലും മറ്റുമൊക്കെ സഞ്ചരിച്ചിരുന്നു. ജടമുടിയൊക്കെ നീട്ടി വളർത്തി ഇടുപ്പ് വരെ ജടയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം പല പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ഹിമാലയത്തിൽ പോയി, പിന്നെ അദ്ദേഹം വൃന്ദാവനത്തിൽ വന്നു. വൃന്ദാവനത്തിൽ ഒരുപാട് ബാബജിമാരെ കണ്ടു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പലരും അദ്ദേഹത്തിനെ തന്റെ ശിഷ്യനായിട്ട് സ്വീകരിക്കാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷെ കാരണം ഒരു വിദേശിയെ ശിഷ്യനായിട്ട് കിട്ടുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇതാണ്. പക്ഷെ രാധാൻ മഹാരാജ്, ഞാനൊരു ഗുരുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ഞാൻ ഒരിക്കലും വിട്ടുപോകത്തില്ല, വിട്ടുപോകാൻ പാടില്ലാത്ത അങ്ങനത്തെ ഒരു ഗുരുവിനെ വേണം ഞാൻ സ്വീകരിക്കാന്ന് വെച്ച് അദ്ദേഹം ദീക്ഷ എന്നുള്ള ആ ചടങ്ങ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബോംബെയിൽ ഒരു വട്ടം എത്തിയപ്പോഴാണ് അദ്ദേഹം കാണുന്ന ഈ പന്തൽ പ്രോഗ്രാം, ശ്രീല പ്രഭുപാദിന്റെ പന്തൽ പ്രോഗ്രാം നടക്കുന്ന കാര്യം കണ്ടു. അപ്പൊ അദ്ദേഹം വന്നു. ക്രോസ് മൈതാനിൽ പന്തൽ പ്രോഗ്രാം നടക്കുന്ന കണ്ടപ്പം അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം ആദ്യം വന്നപ്പോൾ ഏർലിയാണ്. പ്രഭുപാദ് ഈവനിങ് ആണ് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം തന്റെ പ്രഭുപാദിന്റെ ശിഷ്യന്മാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രഭുപാദിന്റെ പുസ്തകങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേന് ആൾക്കാരെല്ലാം നിറഞ്ഞു. പ്രഭുപാദ് വന്നു. 15,000-ഓളം ആൾക്കാരുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ. അപ്പൊ ഇദ്ദേഹം ഏറ്റവും ബാക്കിലാണ് നിന്നിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കാഷായ വേഷമാണ്. ഇദ്ദേഹം ജടമുടിയൊക്കെ ഉണ്ട്. ഒരു ഡിവോട്ടിയുടെ ലുക്കൊന്നും ഇല്ല. പക്ഷെ ആ ഒരു ഇതിലാണ് അദ്ദേഹം നിൽക്കുകയാണ്. പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു വെസ്റ്റേൺറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പ്രഭുപാദ് വന്ന് ഇതില് ക്ലാസ് എടുത്തു തുടങ്ങി. ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പ്രഭുപാദ് തന്റെ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഡിവോട്ടി, ഈ രാധനാസ്വാമി ആദ്യത്തിന്റെ ആദ്യകാലത്താണ്, അദ്ദേഹത്തിനെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ശിഷ്യൻ പോയിട്ട് വന്നു. അവിടെ സ്റ്റേജിലേക്ക് പ്രഭുപാദ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അതിശയമായി. ഞാൻ ഡിവോട്ടിയുടെ വേഷം കൂടിയില്ല, ഒരു ജടമുടിയൊക്കെ പിടിച്ച ഒരു ഇതാണ്. അപ്പം എങ്ങനെ ഞാൻ വരും? പക്ഷെ വരാൻ പറഞ്ഞു. പ്രഭുപാദ് വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹം കൂടെ വന്നു. ഈ പ്രഭുപാദ് വ്യാസാസനത്തിൽ ഇരിക്കുന്ന പ്രഭുപാദ് പറഞ്ഞ അടുത്തിരിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വേഷം എന്ന് പറഞ്ഞാല് എല്ലാം ഈ നദികളിലൊക്കെ കുളിച്ച് തന്റെ ഈ വേഷമൊക്കെ വളരെ മങ്ങിയിരിക്കുകയാണ്, ഫെയ്ഡായിട്ടിരിക്കുകയാണ് ഡ്രസ്സെല്ലാം. പിന്നെ എല്ലാ ഈ ഉത്തരീയത്തിലെല്ലാം തുളകളും എല്ലാം ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഇതായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷെ ബാക്കിയെല്ലാം ഡിവോട്ടീസ് നല്ല രീതിയിലിരിക്കുന്നു. അപ്പൊ പ്രഭുപാദ് തന്നോട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പ്രഭുപാദ് പിന്നെ ക്ലാസ് എടുത്തു. ഇദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. പ്രഭുപാദ് വ്യാസാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് രാധാസ്വാമി അദ്ദേഹത്തിന് തോന്നി പ്രഭുപാദിന്റെ കാലിലൊന്ന് തൊടണമെന്ന് തോന്നി. കാരണം എല്ലാ ഈ സാധുക്കളെ കാണുമ്പോഴും കാലിൽ തൊട്ട് വന്ദിക്കുക എന്നുള്ളൊരു ഇതായതുകൊണ്ട്. അപ്പൊ അതിങ്ങനെ കൈങ്ങനെ നീട്ടി പ്രഭുപാദിന്റെ കാലിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേന് പുറത്തുനിന്നൊരു ശിഷ്യൻ പറഞ്ഞു, ആരും പ്രഭുപാദിന്റെ കാലിൽ തൊടാൻ പാടില്ല, ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കൈ ഇങ്ങനെ തിരിച്ച് ആക്കി. അദ്ദേഹത്തിനൊരു ജാള്യതയായി, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേന് പ്രഭുപാദ് കരുണാപൂർവ്വം നോക്കിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, യു ക്യാൻ ടച്ച് മൈ ലോർഡ്, ടച്ച് മൈ ഫീറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പാദം നിനക്ക് തൊടാമെന്ന് പറഞ്ഞിട്ട് അപ്പം അദ്ദേഹം തൊട്ടു. എന്നിട്ട് പ്രഭുപാദ് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ പന്തൽ പ്രോഗ്രാം നടക്കുന്ന ദിവസങ്ങളിലെല്ലാം നീ വൈകിട്ട് ഈ സ്റ്റേജിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പ്രഭുപാദ് എവിടെയാ താമസിക്കുന്നതെന്ന് ഇദ്ദേഹം അന്വേഷിക്കാൻ നോക്കി. അപ്പം സരഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഇതാണ്, അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിലാണ് പ്രഭുപാദ് ശിഷ്യന്മാരെല്ലാം താമസിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം അവിടെ അന്വേഷിച്ചിരുന്നു. അവിടെ വന്നപ്പോഴത്തേന് അവിടെ ഒരു ക്ലാസ് തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പം എല്ലാവരുടെയും കൂടെ അവിടെ ചെന്ന് ഇരുന്ന് നോക്കുമ്പം പ്രഭുപാദ് ജയരാധ മാധവ് പാടുകയാണ്. അപ്പം പ്രഭുപാദ് അത്ര സീരിയസ്, അത് ശ്രദ്ധിച്ചപ്പോഴത്തേന് ഒരു വ്യക്തി അത്രയും സീരിയസും അത്രയും സ്നേഹത്തോടു കൂടിയാണ് അത് പാടുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.
അത്രയും ഡീപ്പായിട്ട്, സാധാരണ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടല്ല, അത്രയും ഡീപ്പായിട്ടാണ് അദ്ദേഹം അതിനകത്തേക്ക് ഇറങ്ങി പാടുന്നതെന്ന് മനസ്സിലായപ്പം ആ നിമിഷം രാധാനാഥ് മഹാരാജിന് മനസ്സിലായി ഇതാണ് എൻ്റെ ആധ്യാത്മിക ഗുരു എന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ അദ്ദേഹം പ്രസ്ഥാനത്തിൽ വരികയും ക്രമേണ ദീക്ഷ എടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ ഒരു പാസ്റ്റ് ടൈം പറയുമ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു ശിഷ്യൻ വളരെ സിൻസിയർ ആണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഗുരു തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കും. ആ ഗുരു തന്നെ വെളിവാക്കി തരും. അദ്ദേഹമാണ് ആ ശിഷ്യന്റെ ആധ്യാത്മിക ഗുരു. ഇത് അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് സിദ്ധാന്ത പ്രഭു പാസ്റ്റ് ടൈം എഴുതുന്നതിൽ നമുക്ക് മനസ്സിലാക്കും.